ഗൈസ്, അപ്പോൾ നമ്മൾ മസനഗുഡിയിൽ നിന്ന് രാവിലെ തന്നെ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ കാട്ടിലൂടെയാണ്, മൃഗങ്ങളും മറ്റൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ നേരെ എവിടേക്ക് പോകാം. നമ്മുടെ അലീബായ് യൂട്യൂബ് ചാനലുണ്ട് ഇവിടെ, പിന്നെ ഫാസിലുണ്ട്, ഞങ്ങളുണ്ട്, അപ്പോൾ നമ്മളെ അൻസാറുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ നേരെ പോണത് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ. അങ്ങനെ നമ്മൾ നേരെ ബന്ദിപ്പൂർ കാട്ടിലേക്ക് കയറി. ബന്ദിപ്പൂർ കാട്ടിൽ കയറിയ ഉടനെ തന്നെ മാൻകൂട്ടങ്ങളാണ്. രാവിലെയാണ്, പുലർച്ചെയാണ് ഞങ്ങൾ മസനഗുഡിയിൽ നിന്ന് റൂമെടുത്ത് മസനഗുഡിയിൽ നിന്നുള്ള യാത്രയാണ്. പുലർച്ചെ മീൻസ് രാവിലെ ഒരു ഏകദേശം ഒരു 8 മണി 9 മണി ആ ടൈമിലാണ് യാത്ര. ഫുൾ മാൻകൂട്ടങ്ങളും അതുപോലെ നല്ല രസമായിരുന്നു. ആന, അങ്ങനെ ഒരുപാട് കാട്ടുപോത്ത്, മയിൽ, കുരങ്ങ്, ഒരുപാട് മൃഗങ്ങളെ ഈ യാത്രയിലൂടെ കാണണം. മസനഗുഡിയിൽ നിന്ന് നേരെ ഞങ്ങൾ ഇപ്പോൾ തമിഴ്നാട് മസനഗുഡിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് നേരെ കർണാടക ഗുണ്ടൽപേട്ടിൽ നിന്നാണ് നേരെ തിരിയേണ്ടത് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക്. പോകുന്ന വഴിയിൽ ഭയങ്കര രസകരമായ കാഴ്ചയാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫുൾ മൃഗങ്ങളൊക്കെ ആയിട്ട് നല്ല രസകരമായ കാഴ്ചയാണ്. ബന്ദിപ്പൂരിൽ ധാരാളം വിനോദസഞ്ചാരികളുടെ ആധിക്യം കാണപ്പെടുന്നത് കൂടാതെ ഓരോ വർഷവും ഉദ്യാനത്തിനുള്ളിലെ വനപാതയിലൂടെ വാഹനങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതിലൂടെ നിരവധി വന്യജീവികൾക്ക് അപകടങ്ങളും സംഭവിക്കുന്നു. വന്യജീവികളുടെ മരണനിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതിന് രാത്രി 9 മണി മുതൽ പുലർച്ചെ 6 മണി വരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് നിരോധനമുണ്ട്. അങ്ങനെ ഞങ്ങൾ ആനകളെയും മയിലുകളെയും മാനിനെയും പോത്തുകളെയൊക്കെ കണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിലേക്ക് കയറുകയാണ്. കർണാടക എൻട്രിയാണിത്. ഫുൾ കാട്ടിലൂടെയുള്ള ആ ഒരു യാത്ര ഭയങ്കര രസത്തോടെയും സന്തോഷത്തോടെയും ഞങ്ങൾ കർണാടക, വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് കണ്ടോ, അങ്ങനെ കർണാടകയിലേക്ക് കടന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങളുടെ മുന്നിൽ പോകുന്ന ഈ മാഗ്നറ്റ്, ഞങ്ങളുടെ ബാദുഷാബായുടെ വണ്ടി കംപ്ലൈൻ്റായി. അതും കംപ്ലൈൻ്റ് ആയത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ വെച്ചിട്ട് കംപ്ലൈൻ്റായി, ക്ലച്ച് പോയി. അവിടുന്ന് ഞങ്ങൾ മെല്ലെ ഫസ്റ്റിലും സെക്കൻഡിലോട്ട് ഓടിച്ച് ഞങ്ങൾ ടെൻഷൻ അടിച്ച് കൊടും കാട്ടിലൂടെയുള്ള യാത്ര മെല്ലെ പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ പരിസരത്തൊരു വർക്ക്ഷോപ്പ് പോലും ഇല്ല കേട്ടോ. ഏകദേശം 15-20 കിലോമീറ്റർ ഓടിയിട്ടാണ് ഗുണ്ടൽപേട്ട് എത്തിയത്. ടെൻഷൻ അടിച്ചത് ഓടിച്ചവർക്കും ഈ ഹൈലിരുന്നവർക്കും മാത്രമേ അറിയുള്ളൂ. എന്തായാലും വൈകിട്ടോടെ വണ്ടി കിട്ടിയത്. വണ്ടി വർക്ക്ഷോപ്പ് കുടുങ്ങിയിട്ട് ആസ്ലാനെ കാണാമല്ലോ, നോക്കുമ്പോൾ ഇവിടെ അതാ. ഏയ്, എന്താ പഠിക്കണേ? അല്ല, ഇവിടെ എന്താ നിൽക്കണ്? നീ മൈസൂരിലും പോയിട്ട് നാളെ പോകാല്ലേ? ഗൈസ്, അപ്പം നമ്മൾ മറ്റേ വണ്ടി വർക്ക്ഷോപ്പിലിട്ട് നമ്മുടെ ഗോപാലസ്വാമി ടെമ്പിൾ കാണാൻ പോകണം. അപ്പോൾ ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ KSRTCയിലാണ് യാത്ര. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്, നല്ല പ്രകൃതി ഭംഗി ഒക്കെ ഉണ്ട്, നല്ല തിരക്ക്. വെൽക്കം ടു ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ ഹിൽസ്. അപ്പോൾ എന്താ നേരെ കയറണം. ഈ റോഡിന് ഇവിടെ നിന്ന് തിരിയുക. അങ്ങനെ നമ്മൾ ആ റോഡിന് നേരെ പോകുന്നു. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ. അപ്പോൾ ഇവിടുന്ന് KSRTC ബസ് ഉണ്ട്, അതിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അതെ, നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. ഇതാ പാർക്കിങ്ങാണ്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കണത്. ഈ ക്യൂവിൽ നിന്നിട്ട് വേണം ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ. ഇതിലേക്കുള്ള എൻട്രി ഒരാൾക്ക് 70 റുപ്യാണ് KSRTC ബസ്സിൽ. ടിക്കറ്റ് ഒരാൾക്ക് 70 അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ ബസ് അരമണിക്കൂർ കൂടുമ്പോഴാണ്. അപ്പോൾ ബസ്സിലുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ബസ് ലാസ്റ്റ് 4 മണി വരെ ഉള്ളൂ കേട്ടോ. 4 മണിക്ക് ശേഷം എൻട്രി ഇല്ല. 3:30ക്കുള്ള ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. നമുക്ക് പോകാനുള്ള കർണാടക TC തന്നെ, കർണാടക ബസ്. ഇതിലാണ് നമ്മളുടെ യാത്ര. അതുപോലെ ജീപ്പും ട്രിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. ജീപ്പിന് 800-900 കാണേണ്ട ജീപ്പിന്. ബസ്സിന് വെറും 70 രൂപ ഉള്ള ഒരാൾ. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകാനുള്ള ക്യൂ ആണ് ബാക്കിലുള്ളത്. ഇങ്ങനെ ക്യൂ നിൽക്കണം. ക്യൂ നിന്നതിന് ശേഷം ഈ ബസ്സിലാണ് യാത്ര. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ബസ് എടുത്തിട്ട് ബസ് ആൾക്കാരാണ്. കർണാടകയിൽ ഗുണ്ടൽപേട്ടിനടുത്ത് ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിനകത്ത് 1450 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ഹിമവത് ഗോപാലസ്വാമി ബെട്ട അഥവാ ഗോപാലസ്വാമി കുന്നുകൾ. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണിത്.
ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിന്റെ പ്രധാന പ്രദേശത്താണ് ഗോപാലസ്വാമി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും നാടുകാണി ചുരം വഴിയും വയനാട് വഴിയും ഇങ്ങോട്ടെത്താം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വഴിക്കടവ് വഴി സഞ്ചരിച്ച് നാടുകാണി ചുരം കയറി ഗൂഡല്ലൂർ വഴിയാണ് റൂട്ട്. വയനാട് വഴി പോകുമ്പോൾ നേരിട്ട് നാടുകാണി വഴി ഗൂഡല്ലൂരിലോ മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടിലോ എത്താം. കേരളത്തിൽ നിന്നും ഗൂഡല്ലൂർ വഴി മൈസൂരിലേക്ക് പോകുമ്പോൾ മുതുമല ബന്ദിപ്പൂർ വനമേഖലകൾ കടന്ന് ഗുണ്ടൽപേട്ടിന് സുമാർ 10 കിലോമീറ്റർ മുൻപ് ഹങ്കള എന്ന സ്ഥലത്തെത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന ചെറുപാതയിലൂടെ സുമാർ 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗോപാലസ്വാമി മലയുടെ അടിവാരത്തുള്ള കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തും. അങ്ങനെ നമ്മൾ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിൽ എത്തിട്ടോ. അവിടെ നല്ല തണുപ്പുണ്ട്. അതെ, ഭയങ്കര തണുപ്പുണ്ട്. കോട, മഴ. യെസ്, അതെ ഉണ്ടോ. ഇതാണ് അമ്പലം, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നല്ല തണുപ്പുണ്ട് അല്ലേ, നല്ല അടിപൊളി സ്ഥലമുണ്ട് അപ്പുറത്ത്. ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ പതിവായി ഇവിടം സന്ദർശിക്കാറുണ്ട്. ഈ മലമുകളിലെ ഏറ്റവും വലിയ ആകർഷണം ഇവിടുത്തെ മാറി മറിയുന്ന കാലാവസ്ഥയാണ്. കോടമഞ്ഞ്, മഴ, വെയിൽ, എപ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റ് എന്നിവ ഇവിടെ അനുഭവപ്പെടും. 14-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം അഗസ്ത്യ എന്ന ഋഷി പ്രതിഷ്ഠിച്ച ഗോപാലസ്വാമി അഥവാ കൃഷ്ണനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഹൊയ്സാല കാലഘട്ടത്തിലെ 1315 നിർമ്മിച്ച ഈ ക്ഷേത്രം വടക്കോട്ട് ദർശനമായാണ് സ്ഥിതി ചെയ്യുന്നത്. AD 1315 ചോള രാജാവായ ബല്ലാലയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും നൽകുന്നുണ്ട്. അമ്പലത്തിൽ പ്രവേശിക്കണമെങ്കിൽ ചെരുപ്പ് അഴിച്ചു വെക്കണം. കല്യാണമൊക്കെ നേരാൻ വേണ്ടിട്ട് വള കെട്ടണ ചടങ്ങ് നമ്മൾ തൊട്ടിൽ കെട്ടാറില്ലേ, അതേമാതിരി വള കെട്ടുക, ടവലെന്തോ ആക്കിട്ട് കെട്ടിച്ചോ. ഇവിടെ പ്രവേശന സമയം വരുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. ക്ഷേത്രത്തിനകത്ത് വീഡിയോസും ഫോട്ടോസും അലൗഡ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിന് പുറത്തുള്ള കാഴ്ചകൾ മാത്രം ക്യാപ്ചർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്നുള്ള കാഴ്ച കാണാറിയണ്ട. നല്ല മഴക്കാറുണ്ട്, നല്ല കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്. ഏകദേശം ഞങ്ങളവിടെ എത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ മഴ ചെറുന്നനെ ചാറൽ തുടങ്ങി. ചെറുന്നനെ ചാറി മഴ സ്ട്രോങ് ആയി, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കയറി തുടങ്ങി. ലാസ്റ്റ് വമ്പം മഴ പെയ്തു. ഞങ്ങൾ അമ്പലത്തിനകത്ത് 1 മണിക്കൂറോളം നിന്നു. പിന്നെ പുറത്തിറങ്ങി ബസ്സിൽ കയറി. ബസ്സിൽ കയറാൻ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അവരിറങ്ങോളം മഴ മുഴുവൻ കൊണ്ടു. അങ്ങനെ എന്താ പറയുക, നനഞ്ഞ് കുളിച്ചിട്ടാണ് ഞങ്ങൾ റിട്ടേൺ പോയത്. വമ്പം മഴ പെയ്താകെ നനഞ്ഞ് എല്ലാവരും. അപ്പം മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ ആകെ നനഞ്ഞ് ഞങ്ങളിപ്പോൾ ബസ് ഇറങ്ങിയിട്ടാ. ഇനി നേരെ ഞങ്ങൾ വണ്ടിയിലേക്ക്.